അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിവസം ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഒരു സമയമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ചാരു കസേരയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പം ആ ഒരു ടാസ്ക് എനിക്ക് കിട്ടി. എന്തായാലും വിദേശ പഠനത്തെക്കുറിച്ച് ഉള്ള ഈ സെഷനിൽ വളരെ ചുരുങ്ങിയ സമരം, അടുത്തത് കോൺവെക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് അടക്കം ലത്തീഫ് ഗസാലി അടക്കം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്ക് വിദേശ പഠനത്തിൻ്റെ എനിക്കറിയുന്ന കുറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ലോകത്ത് എഡ്യൂക്കേഷൻ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ്സുകൾ എടുക്കാൻ കുട്ടികൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്, അതിന് ഇത്ര സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് കുട്ടികൾ ചോദിക്കുന്ന കാലമാണ് ഇത്. പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ റവല്യൂഷൻ നടക്കുന്ന ഗ്ലോബൽ വില്ലേജായി മാറുകയാണ്. യൂണിവേഴ്സിറ്റികളൊക്കെ ആ ഒരു ദൂരം കുറയുന്ന ഒരു സമയത്ത്, ആ സന്ദർഭത്തിൽ, സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വിദേശ വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ്, വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ക്യാമ്പസുകളാണ് വേൾഡ് റാങ്കിങ് പ്രകാരം, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെയോ അല്ലെങ്കിൽ QS വേൾഡ് റാങ്കിങ് പ്രകാരം ആദ്യത്തെ 100 യൂണിവേഴ്സിറ്റീസ് എടുത്താൽ എത്ര യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആദ്യത്തെ 100 ഉണ്ടെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? വേൾഡ് റാങ്കിങ്ങിലെ ആദ്യ 100 യൂണിവേഴ്സിറ്റീസിൽ ഇന്ത്യയിൽ നിന്നുള്ള എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്? എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്? 0. നമുക്ക് n നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്, നല്ല ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ലോകത്തിലെ ആദ്യ 100ൽ ഒന്ന് പോലും ഇന്ത്യയിൽ നിന്നില്ല എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഒരൊറ്റ തവണയേ ഡിഗ്രി പഠിക്കാറുള്ളൂ. 2 തവണ ഡിഗ്രി ആരെങ്കിലും പഠിക്കുമോ? പഠിക്കില്ല. മാസ്റ്റേഴ്സ് ചിലപ്പം വിജ്ഞാനത്തിന് താല്പര്യരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർ ചിലപ്പം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം. പക്ഷേ ഡിഗ്രി ഒരു 99% കുട്ടികളും ഒറ്റ പ്രാവശ്യം പഠിക്കുള്ളൂ. അത് നമ്മൾ പഠിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ നിന്നാണ്. പകരം UK എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 യൂണിവേഴ്സിറ്റീസ് എടുത്താൽ അവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്, ഓക്സ്ഫോർഡ് ഉണ്ട്, കാംബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റീസ് UK-ലുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിലും ടോപ്പ് റാങ്കിങ്ങുള്ള നല്ല ഫാക്കൽറ്റീസ് ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കുത്തൊഴുക്ക്. ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ എന്ന ഒരു സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ബ്രെയിൻ, നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് യൂത്താണ്. ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് യൂത്താണ്. ആ യൂത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിക്കാൻ മാത്രമല്ല അവർ പോകുന്നത് അവിടെ പഠിച്ച് സെറ്റിൽ ആവുകയാണ്. ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ സമ്പത്തായ യുവതയാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് MBBS-നും അതുപോലെ തന്നെ പല കോഴ്സുകൾക്കും വിദേശത്ത് പോകാൻ n നമ്പർ ഓഫ് റീസൺസ് ഉണ്ട്. അതിൽ കുറച്ച് റീസൺസ്: ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 100 റാങ്കിങ്ങിൽ ഒന്നുപോലും ഇന്ത്യയിൽ നിന്നില്ല. ഫസ്റ്റ് റാങ്ക് വരുന്ന IIT ബോംബെ ആണ്, അത് 118 വരുന്നത്. 121 രണ്ടാമത് വരുന്ന IIT ഡൽഹിയാണ്. IIS ബാംഗ്ലൂരാണ് 150 സംതിങ് ആണ് വരുന്നത്. നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. അവിടെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല യൂണിവേഴ്സിറ്റി, നല്ല ഗ്ലോബൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. മറ്റൊന്ന് വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ ആണ്. UK-ലോ കാനഡയിലോ ന്യൂസിലൻഡിലോ ഉസ്ബെക്കിസ്ഥാനിലോ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇന്ത്യയിലോ UAE-ലോ അവിടെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ വേൾഡ് വൈഡുള്ള റെക്കഗ്നേഷൻ നമുക്ക് കിട്ടുന്നു. മറ്റൊന്ന് വെറൈറ്റി ഓഫ് കോഴ്സസ്. നമുക്കറിയുന്ന കോഴ്സുകൾ വളരെ ചുരുക്കമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടോ, ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തല്ല,
പൊതുവെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി നമ്മളോട് ഏതാ ഡിഗ്രി കോഴ്സ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി ഉണ്ട്, അറബിക് ഉണ്ട്, അങ്ങനത്തെ നോർമൽ ഡിഗ്രീസാണ് ഉണ്ടാകുക. മാസ്റ്റേഴ്സ് ആണെങ്കിലും ഒരു MBA മീൻസ് ഇതിൻ്റെയൊക്കെ ഡിഗ്രിയുടെ സോഷ്യോളജി, അറബിക്, ഇംഗ്ലീഷ് ഇതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സാണ് ഉണ്ടാകുക. പക്ഷേ അവിടെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങൾ പോലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ LLB അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിയുന്നു. അതിനുശേഷം LLM വേണ്ടിയിട്ടാണ് വിദേശ രാജ്യത്ത് UK പോകുന്നത്. അവിടെ ഞാൻ പഠിച്ചത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ആ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. പക്ഷേ LLM ഞാൻ പഠിക്കുന്ന സമയത്ത് UK പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ LLBയുടെ മാസ്റ്റേഴ്സ് LLM പഠിക്കുമ്പോൾ അവിടെ മീഡിയേഷൻ ഉണ്ട്, ആർബിട്രേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ അന്ന് ഈ മീഡിയേഷൻ്റെയും ആർബിട്രേഷൻ്റെയും ഒന്നും LLM മാസ്റ്റേഴ്സ് വന്നിട്ടില്ലായിരുന്നു. നിലവിലുണ്ട്, അന്ന് അതില്ലായിരുന്നു. അങ്ങനെ എന്താണോ മാർക്കറ്റിന് വേണ്ടത്, എന്താണോ ഇൻഡസ്ട്രിക്ക് വേണ്ടത്, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കും അവിടെ. വെറൈറ്റി ഓഫ് കോഴ്സസ് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഷോർട്ടർ കോഴ്സ്. ഇവിടെ മാസ്റ്റേഴ്സ് എത്ര വർഷമാണ്? നിലവിലെ സിസ്റ്റം അല്ല, മുമ്പ് ഒരു 2 വർഷം മുമ്പ് NAP പ്രകാരം നമുക്ക് 4 ഇയർ ഡിഗ്രി വരുമ്പോൾ 1 ഇയർ കൊണ്ട് മാസ്റ്റേഴ്സ് കഴിയും. മുമ്പ് വരെ 2 വർഷം മുമ്പ് വരെ എത്ര വർഷമാണ്? 2 വർഷം. പകരം UK പോയി കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് നമുക്ക് എന്താക്കാം? മാസ്റ്റേഴ്സ് കഴിഞ്ഞിറങ്ങാം. LLB 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ 1 ഇയറേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ LLM നമുക്ക് 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. MBA 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. മാസ്റ്റേഴ്സ് മോസ്റ്റ് ഓഫ് ദ മാസ്റ്റർ കോഴ്സസും 1 ഇയർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് UK കാര്യമാണ്. പല രാജ്യങ്ങളിലും 1 വർഷം കൊണ്ട് കഴിയും. പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ അധിക കോഴ്സുകളും 2 ഇയേഴ്സ് തന്നെയാണ്. കാനഡയിലും 2 ഇയേഴ്സ് ഒക്കെ തന്നെയാണ്. ഞാൻ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് UK കാര്യം. മറ്റൊന്ന് വർക്ക് വൈൽ സ്റ്റഡി. പഠിക്കാൻ കഴിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും കഴിയും. ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു 25 വയസ്സാകുമ്പോഴേക്കൊക്കെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളത്. നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഡിഗ്രി കഴിയുന്നു, സോഷ്യോളജി അങ്ങനത്തെ ജനറൽ കോഴ്സുകൾ എടുത്തിട്ട് നമ്മൾ ഡിഗ്രി കഴിയുന്നു. കുട്ടികൾ ഒരു ഐഡിയ ഇല്ലാതാണ് ഡിഗ്രി എടുക്കുക. അതിനുശേഷം എന്താ, കുട്ടി നമുക്കൊന്നും യാതൊരു ഐഡിയ ഉണ്ടല്ലോ, അപ്പം നേരെ മാസ്റ്റേഴ്സിന് എല്ലാവരും പോകും. അങ്ങനെ മാസ്റ്റേഴ്സ് കഴിയുന്നു. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പം അവൻ എന്താക്കും, വേഗം റിസർച്ചിലേക്കോ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ വിദേശത്ത് പോകുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താക്കാൻ കഴിയും, വർക്ക് ചെയ്ത് നല്ലൊരു എമൗണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓരോ മാസവും നമുക്ക് 1 ലാഖിൻ്റെ അടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. UK കാനഡയിലാണെങ്കിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ അധിക കൺട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാഴ്ചയിൽ തന്നെ 25,000-30,000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാസത്തിൽ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഇതൊരു അഡ്വാൻറ്റേജ്. ഇത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് 1 ലക്ഷം ഓരോ മാസം വരുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ്, ദാറ്റ് ഈസ് ടു ഹ്യൂജ്. മറ്റൊന്ന് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമ്മൾ ഇതിൻ്റെ ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന സമയത്തും ഡൽഹിയിൽ പോയി പഠിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷർ ഉണ്ട്. അത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, കാശ്മീരിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, വെസ്റ്റ് ബംഗാളിൽ നിന്നും, കേരളത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുടെ വ്യത്യസ്ത കൾച്ചറുകൾ നമ്മൾ ഫീൽ ചെയ്യാൻ കഴിയുന്നു, അനുഭവിക്കാൻ കഴിയുന്നു. അതേപോലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, പാരീസിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലെ നല്ല ബ്രെയിൻസിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ കൾച്ചർ നമ്മൾ ഫീൽ ചെയ്യാനും അനുഭവിക്കാനും കഴിയണം. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സലന്റ് ലാംഗ്വേജ് സ്കിൽ. നമ്മൾ കമ്പൽ ടു സ്പീക്ക് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പറയാൻ നിർബന്ധിതരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെള്ളം ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഇംഗ്ലീഷിൽ ചോദിക്കണം. അപ്പം നമ്മൾ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 1 ഇയറോ 2 ഇയേഴ്സോ 3 ഇയേഴ്സോ അവിടെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ലാംഗ്വേജ് ടോട്ടലി ഇമ്പ്രൂവ് ആവും എന്നുള്ളതിൽ ഗ്യാരണ്ടിയാണ്. മറ്റൊന്ന്, ഒരു കുട്ടി കോഴിക്കോടുള്ള IIM പഠിച്ചു. മറ്റൊരു കുട്ടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ അവിടുന്ന് ഒരു MBA എടുത്തു.
ഏത് കുട്ടിക്കായിരിക്കും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും സാലറി കൂടുതലും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഫ്യൂച്ചർ ഫെസ്റ്റിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ആർക്കായിരിക്കും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും കൂടുതൽ സാലറി, വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ ആർക്കായിരിക്കും? നിങ്ങളുടെ ഒരു കോമൺ സിനാരിയോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? ഏറെക്കുറെ ഒരു 99% അങ്ങനെ തന്നെയല്ലേ? അതാണ് അവിടെ കിട്ടുന്ന എക്സ്പോഷർ ആണെങ്കിലും റാങ്കിങ് ആണെങ്കിലും അവിടുന്ന് കിട്ടുന്ന ടീച്ചേഴ്സിൻ്റെ കാലിബറാണ്, ഇതൊക്കെ മാറ്റേഴ്സാണ്. അതുകൊണ്ടാണ് വിദേശ പഠനം കൂടുതൽ പ്രസക്തമാകുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നതിന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ആവാനുള്ള അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻ കൂടിയുണ്ട്. 1 year പഠിച്ചു കഴിഞ്ഞാൽ UK ഞാൻ പഠിക്കുന്ന സമയത്ത് 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പോഴും 2 years സ്റ്റേ ബാക്ക് ആണ്. കാനഡയിലാകുമ്പോൾ 1 year പഠിച്ചു കഴിഞ്ഞാൽ 1 year 2 years പഠിച്ചു കഴിഞ്ഞാൽ 3 years കിട്ടുന്നു. 3 years 2 + 3 2 വർഷം പഠനം 3 വർഷം സ്റ്റേ ബാക്കും കിട്ടി 5 വർഷമായി കഴിഞ്ഞാൽ PR അപ്ലൈ ചെയ്യാം. ഓസ്ട്രേലിയയിലും നമുക്ക് 2 വർഷം സ്റ്റേ ബാക്ക്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പഠനം മാത്രമല്ല സ്റ്റേ ബാക്കും കൂടി കിട്ടുന്ന സമയത്ത് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഇറക്കിയ പൈസൻ്റെ ഡബിൾക്ക് ഡബിൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. റിയലി ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലൈഫിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും ഫിനാൻഷ്യൽ ലെവലിലാണെങ്കിലും ലൈഫിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എബ്രോഡ് എഡ്യൂക്കേഷൻ നമ്മൾ കണക്കാക്കണം. ഇനി എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസ് ഒന്ന് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ്? അവർ ഇവിടുത്തെ പോലെ പഠിപ്പിക്കലല്ല. നമ്മളിവിടെ ഒരു ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് ടീച്ചർ വരുന്നു നമ്മളെ പഠിപ്പിക്കുന്നു. പകരം അവിടെയാണെങ്കിൽ 2 ആഴ്ച മുമ്പേ 3 ആഴ്ച മുമ്പേ നമുക്ക് എന്താവും, ഇതിൻ്റെ ഫയൽസുകൾ മൊത്തം നമുക്ക് അയച്ചു തരും. നമ്മളിത് റീഡ് ചെയ്യണം. എന്നിട്ട് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് നമ്മൾ വായിച്ച ആ ബുക്സിലെ അറിവും ഇവരുടെ ടീച്ചേഴ്സിൻ്റെ അറിവും കൂടി മിങ്കിൾ ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും അവിടെയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. എക്സാംസുകൾ വളരെ കുറവാണ്. പ്രസൻറ്റേഷൻസ് അതുപോലെ എസ്സേകൾ ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അവിടെ പഠിക്കാനും അതുപോലെ എക്സാം ഇതുപോലെ പാസ്സാകാൻ. എല്ലാം മാസ്റ്റേഴ്സ് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പാസ്സാകുന്നതൊക്കെ വളരെ ഈസിയാണ്. ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റീസ് ഓരോ ടീച്ചേഴ്സും നമുക്ക് അവരെ ഓരോ റോൾ മോഡലായിരിക്കും. നമ്മളെ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു UN-ലെ അഡ്വൈസറായിരുന്നു, ലോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലോകത്തിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്ന എല്ലാവരും വലിയ വലിയ നിലകളിലുള്ളവരായിരിക്കും. MBA പഠിക്കുന്നത് ഏറ്റവും മികച്ച കമ്പനികളുടെ സിഇഒമാരായിരിക്കും. അവരുടെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസൈറ്റുകൾ, ഒരു ചേഞ്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാവും. ക്ലാസ്മേറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ഐഡിയോളജീസ്, കൺട്രീസ് ആൻഡ് ഹൈ പ്രൊഫൈൽ. നമ്മുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ്വർക്ക് എന്താണ്? നമ്മളുടെ നെറ്റ്വർക്ക്, നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാവുമ്പോൾ നമുക്ക് ജോലി കിട്ടാനും നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് വേൾഡ് തന്നെയായി മാറുകയാണ്. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സാറേ? ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുമോ? പിന്നെ ലിങ്കാണ്, പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വിദേശ രാജ്യത്തുള്ള പറ്റില്ലേ? കുഴപ്പമില്ല. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഒരുപാട് കൺസൾട്ടൻസികളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് MBA LLM ഏതെങ്കിലും കോഴ്സുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ സിമ്പിളായി ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അവിടെ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ അപ്ലൈ നൗ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ അപ്ലിക്കേഷൻ ഇടുക. അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴ്സാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. 2 ഏതാണ് യൂണിവേഴ്സിറ്റീസ്. 3 രാജ്യം യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ്. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ഡിസിഷനിലേക്ക് എത്തണം. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് നേരത്തെ എൻ്റെ മുമ്പ് പ്രസൻറ്റേഷൻ നടത്തിയ ആൾ ഓഫർ ലെറ്ററിനെ പറ്റിയും അതുപോലെ SOP-നെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ മാർക്കിനേക്കാൾ ഉപരി 60% മാർക്ക് ഉണ്ടെങ്കിൽ ഏറെക്കുറെ അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ മാർക്കിനേക്കാൾ ഉപരി അവർ നോക്കുന്നത് ഏറ്റവും ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റീസിൽ അവർ നോക്കുന്നത് SOP-കളാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ്.
സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്, എന്തിന് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്കുള്ള ഉപകാരം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് എന്ത് ഉപകാരം. ഇങ്ങനത്തെ 2 പേജിൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു എസ്സേ ആണ് SOP എന്ന് പറയുന്നത്. ആ SOP നന്നായിട്ട് നമ്മുടെ സെലക്ഷനാണെങ്കിലും സ്കോളർഷിപ്പിനാണെങ്കിലും അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. ആ SOP നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഡോക്യുമെന്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. കോഴ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അടക്കാൻ പറയും. ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നു, ഷോമണി ചെയ്ത് അതുപോലെ വിസ കിട്ടുന്നു, പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നു. ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത് 15 മിനിറ്റിൽ നമ്മുടെ പ്രസൻറ്റേഷൻ തീർക്കണം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് +2ൻ്റെയും ഡിഗ്രിയുടെയും സർട്ടിഫിക്കറ്റുകൾ, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്, പ്രൂഫ് ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി IELTS നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനി IELTS ഇല്ലാതെ തന്നെ നമുക്ക് UK-ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലും US-ലൊക്കെ വേണമെങ്കിൽ കുറഞ്ഞ ഒരു 70% യൂണിവേഴ്സിറ്റീസും IELTS ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന് ഒരു 70% മാർക്സ് ഉണ്ട് എങ്കിൽ നമുക്ക് IELTS ഇല്ലാതെ തന്നെ നമുക്ക് എന്താക്കാം, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോവാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, CV, റെക്കമെൻഡേഷൻ ലെറ്റർ, 2 റെക്കമെൻഡേഷൻ ലെറ്റർ. നമ്മൾ പഠിക്കുന്ന സമയത്ത് കോളേജുകൾ വലിയ തരികിടൊന്നും കാണിച്ചിട്ടില്ല എങ്കിൽ ടീച്ചേഴ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടില്ല. പൊതുവെ സെപ്റ്റംബർ, നമ്മുടെ ജൂണിലാണല്ലോ നമ്മുടെ കേരളത്തിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക പൊതുവെ. ഇതേപോലെ വേൾഡ് ലെവലിൽ സെപ്റ്റംബറിലാണ് പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റീസുകളിലും മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇൻടേക്ക് നടത്തുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ചില രാജ്യങ്ങളിൽ ഫെബ്രുവരിയും ജൂലൈയിലും ചെയ്യുന്നവരുണ്ട്. പക്ഷേ പൊതുവെ സെപ്റ്റംബറിലാണ് ഇൻടേക്ക് ഉണ്ടാവല്. ഈ സെപ്റ്റംബർ ഇൻടേക്കിന് നമ്മൾ ഇതുപോലെ അപ്ലിക്കേഷൻ ഇടുന്ന പോലെ, ഇപ്പോൾ +2 കഴിഞ്ഞു, +2 റിസൾട്ട് വന്നിട്ട് നേരെ അഡ്മിഷൻ എടുക്കുന്ന പോലെ അല്ല. ഇതിന് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ ജനുവരി മുതലേ അപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങിയാലുള്ള മെച്ചം എന്താ വെച്ചാൽ നല്ല യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാനും അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഹെൽപ്പ് കിട്ടും. ഇനി പാർട്ട് ടൈം ജോബ്സ്, ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താക്കാം, വർക്ക് ചെയ്യാം. അതിൽ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ LLB കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടുന്ന് MBBS കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല പ്രൊഫൈൽ BBA ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടുന്ന സമയത്ത് കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ആക്കുമ്പോൾ ഞാൻ അതിനൊന്നും പോകില്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് LLB പഠിച്ചതാ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് BBA പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ കോഫി ഷോപ്പിലോ അങ്ങനത്തെ ജോബുകളാണ് നമുക്ക് കിട്ടുക. അവിടെ പിടിച്ചു കയറുക. പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും. പഠനം കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ നമ്മൾ ഓഫീസ് ജോബുകളിലേക്ക് കയറുകയാണ് വേണ്ടത്. ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നോർമലി 1 lakh നമുക്ക് എന്തായാലും കിട്ടും. രാജ്യങ്ങൾ ഡിപ്പെൻസ് ആണ്. ഇനി ഡിപ്പെൻഡന്റ് വിസ, ഒരു കുട്ടി വിദേശത്തേക്ക് യാത്രയാവുന്നു, ഡിഗ്രി പഠിച്ചു. ഒരു കുട്ടീൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമക്ക് ഇവിടെ BBA കഴിഞ്ഞ് ഇനി മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് ചെയ്യണം. UK-ലാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. ഇപ്പം ഇവിടെ റിസർച്ച് ചെയ്യുമ്പോഴും വിദേശത്ത് റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ ഡബിൾ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ നമുക്ക് മുതലാക്കാന്നുള്ളത്, അതിനുള്ള മറ്റൊരു വഴിയാണ് ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത്. ഇപ്പം നോർമലി മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ള ഡിപ്പെൻഡൻറ്റ് വിസ ഇപ്പം UK ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പകരം മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഫാത്തിമ പോവുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും മാസ്റ്റേഴ്സ് റിസർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവൾക്ക് എന്താക്കാം, ഡിപ്പെൻഡൻറ്റിനെയും അങ്ങോട്ട് കൊണ്ടുപോകാം. ഡിപ്പെൻഡൻറ്റ് ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ഫാത്തിമക്ക് എന്താക്കാം, പഠിക്കുകയും ചെയ്യാം, വർക്കും ചെയ്യാം. ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപ, 2 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് എന്തായാലും ഏണിങ് കിട്ടും. കുട്ടി പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം കിട്ടും. അപ്പം 1 കൊല്ലം നമ്മൾ പഠിക്കുന്നു, +2 years സ്റ്റേ ബാക്ക്, അങ്ങനെ 3 കൊല്ലം നമ്മുടെ എമൗണ്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. എഡ്യൂക്കേഷൻ + ഫിനാൻസ്.
ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണമെന്നില്ല, അല്ല നമ്മൾ സമ്പത്ത് മുടക്കിയിട്ട് തന്നെ പോകണമെന്നില്ല. നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. കോമൺവെൽത്ത്, ഷെവനിങ്, കേരള ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ്, അതുപോലെ ഡാഡ് സ്കോളർഷിപ്പ്, ഇറാസ്മസ് മുണ്ടു സ്കോളർഷിപ്പ്, ഇങ്ങനത്തെ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പിന് നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ +2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി തന്നെ പഠിക്കാം. ഷെവനിങ് ആണെങ്കിലും കോമൺവെൽത്ത് ആണെങ്കിലൊക്കെ നമുക്ക് 1 ലക്ഷം രൂപ മന്ത്ലി സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും. ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റാണ്, താമസം ഫ്രീ ആണ്. പഠിക്കാൻ പോണോ? ഒരുപാട് സ്കോളർഷിപ്പ്. കേരള ഗവൺമെൻറ് 10 ലക്ഷം രൂപ മാസ്റ്റേഴ്സ് പഠിക്കാൻ, വിദേശ രാജ്യങ്ങളിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി നൽകുന്നുണ്ട്. എനിക്കങ്ങനെ കിട്ടാൻ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ. നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യാൻ മടിക്കും, നല്ല റിസ്ക് ഉണ്ട്. ഞാനൊരു 10-15 തവണ ഞാൻ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. 5 ലക്ഷം എനിക്ക് പഠന സമയത്തും കിട്ടിയിട്ടുണ്ട്, ആഫ്റ്റർ സ്റ്റഡി 5 ലക്ഷം കിട്ടി. അതിന് ഒരുപാട് തവണ പോണ്ടി വരും. പക്ഷേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആപ്ലിക്കേഷനും ഇതിൻ്റെ റിസർച്ചിനും വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല യൂണിവേഴ്സിറ്റി, ഗ്ലോബൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ആയി നമുക്ക് പഠിക്കാൻ കഴിയും. എൻ്റെ പഠനം എന്ന് പറയുന്നത് 27 ലക്ഷമായിരുന്നു എനിക്ക് ചിലവ് വരുന്നത്, എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 10 lakhs കേരള ഗവൺമെൻറ് സ്കോളർഷിപ്പായി കിട്ടുകയാണ്. 10 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. ഇങ്ങനെ നമ്മളും ഇരുന്ന് കഴിഞ്ഞാൽ, ഇതിനു വേണ്ടി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും. എൻ്റെ ഒരു ജേണി, സാറേ 5 മിനിറ്റ് ഉണ്ടോ? കഴിഞ്ഞ്. എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ, ഞാൻ അലിഗഡ് മുസ്ലിം ജാമിയ നൂരിയ അറബിയയിലാണ് 5G കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അൽഹംദുലില്ലാ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ LLBക്ക് കിട്ടി. LLB പഠിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ എനിക്ക് LLM കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ അവിടെ ഇതേപോലെ പ്രസൻറ്റേഷന് പോയ സമയത്ത് എനിക്ക് അവിടെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും കൂടി പഠിക്കണം എന്നുള്ള കരുതിയിട്ട് ഞാൻ 3 കുട്ടികളും കൂടി റെക്കമെൻഡ് ചെയ്തു, ഓരും കൂടി ആപ്ലിക്കേഷൻ ഇട്ടു. ഭാഗ്യവശാൽ എനിക്ക് മാത്രം കിട്ടിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടി. വളരെ സാഡായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വിദേശ രാജ്യത്തേക്കുള്ള ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുള്ള. ഏകദേശം 16-17ഓളം യൂണിവേഴ്സിറ്റീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതിൽ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ, UK-യിലെ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസായ വൺ ഓഫ് ദി റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയായ യോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ LLM കഴിഞ്ഞിട്ടുള്ളത്. അതിന് 27 ലക്ഷം നമുക്ക് ചിലവ് വന്നു. അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടി. അങ്ങനെ എക്സ്പെൻസ് നോക്കുമ്പോൾ 17 ലക്ഷമാണ്. BCDD സ്കോളർഷിപ്പ് എന്നാണ് ആ സ്കോളർഷിപ്പിൻ്റെ പേര്. പിന്നെ പഠോ പ്രദേശ് സ്കീം, നമ്മൾ അഥവാ ലോൺ എടുക്കുകയാണെങ്കിൽ, ലോൺ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അഥവാ നമ്മൾ നോർമലി ഇപ്പോൾ 27 ലക്ഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് സേവിങ്സ് ഉണ്ടാവില്ല. അഥവാ ലോൺ എടുക്കുകയാണെങ്കിൽ സബ്സിഡി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് പഠോ പ്രദേശ് സ്കീം എന്ന് പറയുന്നത്. അതിൽ സബ്സിഡി കിട്ടും, ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. നമ്മൾ എടുക്കുന്ന പൈസ അതേപോലെ തിരിച്ചടച്ചാൽ മതിയാവും. വളരെ ചുരുങ്ങിയ സമയമാണ്, വളരെ സ്പീഡായിരുന്നു, എങ്ങും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. അതിന് സോറി പറയുകയാണ്. എന്തായാലും ഉന്നതമായ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെയൊക്കെ സ്വപ്നം പോലെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ അവിടെ സെറ്റിൽ ആവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജോ അബ്ര യഹാ സെ ഉത്തേഗ വോ സാരെ ജഹാം പെ ബസേഗ. ഈ വേദിയിൽ നിന്ന്, ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നിന്ന് ഉദിച്ചുയരുന്ന മേഘങ്ങൾ നാളെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പഠിക്കുന്ന മഴത്തുള്ളികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. Thank you, Advocate Amjad Faizi, for having a wonderful session on the topic higher studies in abroad. Sushaul sir, next the important session on this stage is TRB convocation. The session shall be started very soon. Before moving that, we have 2 memento presentations. ജോബ് ഫെയർ പാർട്ട്ണർ ഗ്രീൻ ജോബ്സ് ജോബ് കണക്ട്